നമസ്കാരം. മൊബൈൽ ടവർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ട വഞ്ചനാപരമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ട്രായ്. എയർടെൽ, BSNL, ജിയോ, VI തുടങ്ങിയ ടെലികോം കമ്പനികൾക്കായി പുതിയ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുമെന്ന വ്യാജേന തട്ടിപ്പുകാർ വ്യക്തികളെ കബളിപ്പിക്കുകയാണ്. ഈ ടവറുകൾക്കായി ഭൂമി പാട്ടത്തിനെടുക്കുന്നതിലൂടെ സ്ഥിരമായ വരുമാനം നൽകാമെന്ന വ്യാജ വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ കബളിപ്പിച്ച നിരവധി കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രതികരണം എന്ന നിലയിൽ വർദ്ധിച്ചു വരുന്ന ഈ ഭീഷണിയെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുന്നതിനായി ടെലികോം റെഗുലേറ്ററി ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ട്രായിയെ കൂടാതെ വ്യവസായ സംഘടനകളായ DIPA അഥവാ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ്, COAA അഥവാ സെല്ലുലാർ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്നിവയും പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ക്രിമിനലുകൾ മൊബൈൽ ടവർ സ്ഥാപിക്കൽ പദ്ധതികൾ പത്രങ്ങളിലൂടെയും മറ്റ് ചാനലുകളിലൂടെയും വിപണനം ചെയ്യുന്നുണ്ട്. അവരുടെ ഭൂമി പാട്ടത്തിനെടുക്കുന്ന വ്യക്തികൾക്ക് ഗണ്യമായ അഡ്വാൻസ് പേയ്മെന്റുകൾ ലഭിക്കുമെന്നും ഒരു വ്യക്തിക്ക് സ്ഥിരമായ ജോലി വാഗ്ദാനം ചെയ്യുമെന്നും അവകാശപ്പെടുന്നുണ്ട്. ട്രായ്, ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ പേരിൽ വ്യാജേന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ അഥവാ NOC നൽകി ഇരകളെ കുടുക്കാൻ വരെ ഈ തട്ടിപ്പുകാർ പോകുന്നുണ്ട്. ഇൻസ്റ്റാളേഷൻ പ്രക്രിയ ആരംഭിക്കുമെന്ന് അവകാശപ്പെടുന്നതിന് മുമ്പ് അവർ പലപ്പോഴും നികുതിയുടെ പേരിൽ പണമടയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ പലരും ഈ കെണിയിൽ വീഴുകയാണ്. അവരുടെ പണത്തിനൊപ്പം അവരുടെ സ്വകാര്യ രേഖകളും കൈമാറപ്പെടുന്നുണ്ട്. ഇത്തരം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ട്രായിയോ DOTയോ നൽകുന്നില്ലെന്ന് ടെലികോം റെഗുലേറ്റർ അതിന്റെ വീഡിയോയിൽ ഊന്നി പറയുന്നുണ്ട്. മാത്രമല്ല, മൊബൈൽ ടവർ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും റെഗുലേറ്ററും വ്യക്തികളുമായി നേരിട്ട് ബന്ധപ്പെടുന്നില്ല. ഇൻഡസ് ടവേഴ്സ്, അമേരിക്കൻ ടവർ കോർപ്പറേഷൻ, സമ്മിറ്റ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, അസെന്റ് ടെലികോം, ടവർ വിഷൻ എന്നിവയാണ് ഇന്ത്യ മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുന്നതിനുള്ള അംഗീകൃത കമ്പനികൾ. ടെലികോം ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തുന്നതിൽ മൊബൈൽ ടവറുകൾ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ടെലികോം ഓപ്പറേറ്റർമാരോ സാക്ഷ്യപ്പെടുത്തിയ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ദാതാക്കളോ ആണ് അവ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മൊബൈൽ ടവറുകൾ സ്ഥാപിക്കുമെന്ന് അവകാശപ്പെടുന്ന ഏതൊരു കമ്പനിയുടെയും ക്രെഡൻഷ്യലുകൾ പരിശോധിക്കുന്നതിന് വ്യക്തികൾക്ക് അപ്ഡേറ്റ് ചെയ്ത വിവരങ്ങൾക്കായി ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റ് പരിശോധിക്കാവുന്നതാണ്. dot.government.in എന്നതാണ് വെബ്സൈറ്റ്. സ്പാം കോളുകളും സന്ദേശങ്ങളും ഉപഭോക്താക്കൾക്ക് സൃഷ്ടിക്കുന്ന ശല്യത്തെ ചൂടോടെ അറക്കാൻ ട്രായ് ഒരുങ്ങുന്നതായി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. വ്യക്തിഗത നമ്പറുകളിൽ നിന്ന് ടെലി മാർക്കറ്റിംഗുകാർ സ്പാം കോളുകൾ വിളിക്കുകയും സന്ദേശം അയക്കുകയും ചെയ്യുന്ന പക്ഷം ആ നമ്പറുകൾ ഡിസ്കണക്ട് ചെയ്യുമെന്നായിരുന്നു ട്രായ് അറിയിച്ചത്. NDTV പ്രോഫിറ്റിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രായ് ചെയർമാൻ അനിൽകുമാർ ലഹോത്തി ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്പാം കോളുകളും സന്ദേശങ്ങളും അയക്കുന്ന നമ്പറുകളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും ട്രായ് ചെയർമാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതിനകം 18 ലക്ഷം നമ്പറുകൾ ഡിസ്കണക്ട് ചെയ്തു കഴിഞ്ഞു. 800 സ്ഥാപനങ്ങളെ കരിമ്പട്ടികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടെലികോം ഉപഭോക്താക്കളുടെ സ്വകാര്യതയ്ക്ക് വലിയ ഭീഷണിയാണ് സ്പാം കോളുകളും സന്ദേശങ്ങളും. രജിസ്റ്റർ ചെയ്ത ടെലിമാർക്കറ്റിംഗ് സ്ഥാപനങ്ങൾക്ക് ട്രായുടെ നിയന്ത്രണ ചട്ടക്കൂടുകളുണ്ട് എന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു.